നടയിലേക്ക് അടുക്കുംതോറും അഞ്ജലിയുടെ ഹൃദയമിടിപ്പ് കൂടി വന്നു. അവളുടെ കയ്യിലുള്ള ശിവയുടെ പിടി മുറുകിക്കൊണ്ടിരുന്നു. അഞ്ജലിയുടെ കണ്ണുകൾ ശിവയിലേക്ക് നീളുമ്പോൾ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി അവൻ്റെ മുഖം കാണുംതോറും അവളുടെ മനസ്സിൽ പലതും കടന്നു വന്നു. പെട്ടെന്ന് ശിവ നടത്തം നിർത്തി അവളുടെ കയ്യിൽ കൈ കോർത്തു പിടിച്ചു. അഞ്ജലി കൈയിലേക്ക് നോക്കി. അവൻ കോർത്തു പിടിച്ച കൈകളെ അവൾ മുറുക്കി പിടിച്ചു. എന്നാൽ ശിവയുടെ കണ്ണുകൾ മുന്നിലേക്ക് നീണ്ടു. അഞ്ജലി അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ രമേശും രാധയും അജയും ഗൗതമും കീർത്തിയും എല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാം എന്തിനവിടെ വന്നെന്ന് അവൾ ഓർത്തു. അഞ്ജലിക്ക് അവരെയെല്ലാം കണ്ടതും സന്തോഷം തോന്നിയില്ല. തിരിച്ചു കിട്ടുന്നതിനേക്കാൾ തനിക്ക് നഷ്ടമാവാൻ പോകുന്നതിനെക്കുറിച്ചായിരുന്നു അവളുടെ ചിന്ത. അഞ്ജലിയെ കണ്ട് ഗൗതം അവളുടെ അടുത്ത് വരാൻ നിന്നെങ്കിലും ശിവ ഉള്ളത് കൊണ്ട് പിന്മാറി. രമേശിന് നേരെ ശിവ കത്തുന്ന മിഴികൾ പായിച്ചു. അഞ്ജലിയെ കണ്ട് രാധ മാത്രം ആദിയോടെ നോക്കി. ഇവർക്കെന്തിവിടെ? അഞ്ജലി ശിവയോട് ചോദിച്ചു. പക്ഷേ അവൻ മറുപടി പറഞ്ഞില്ല. കുറച്ചു കഴിഞ്ഞതും ഒരു പെൺകുട്ടി വിവാഹവേഷത്തിൽ അങ്ങോട്ട് വന്നു. അവളുടെ കൂടെയുള്ള സ്ത്രീയെയും കുട്ടിയെയും അഞ്ജലി തിരിച്ചറിഞ്ഞിരുന്നു. അമ്മുവിനെയും ലക്ഷ്മിയെയും കണ്ട് ഒന്നും മനസ്സിലാവാതെ അഞ്ജലി നിന്നു. ആ പെണ്ണ് ശാലിനി ആയിരിക്കുമെന്ന് അപ്പോൾ തന്നെ ഊഹിച്ചെടുത്തു. താൻ അറിയാതെ പലതും നടക്കുന്നുണ്ട് എന്ന് അഞ്ജലിക്ക് മനസ്സിലായി. അമ്മു അഞ്ജലിയെ കണ്ടിരുന്നില്ല. എന്താ ഇവിടെ നടക്കുന്നേ? കണ്ടില്ലേ, നിന്റെ ഏട്ടൻ അവളുടെ കഴുത്തിൽ താലി കെട്ടുന്നു. അത് തന്നെ. അവൾക്ക് മറുപടി നൽകിയത് ഡാനിയായിരുന്നു. ഒന്നും മനസ്സിലാവാതെ മാനസികാവസ്ഥയിലായിരുന്നു അഞ്ജലി. ശിലകണക്കെ നിൽക്കാൻ മാത്രമേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. പൂജാരി കൊടുത്ത താലി അജയ് ശാലിനിയുടെ കഴുത്തിൽ കെട്ടുമ്പോൾ അവൻ്റെ മിഴികൾ പാഞ്ഞത് അഞ്ജലിയിലേക്കാണ്. ശാലിനിയുടെ നെറ്റിയിൽ സിന്ദൂരം ചാർത്തിയതും പരസ്പരം മാലയിട്ടതുമെല്ലാം അവൻ അഞ്ജലിയെ നിർവികാരതയോടെ നോക്കിയായിരുന്നു. എല്ലാം കഴിഞ്ഞതും രമേശ് മുന്നോട്ട് വന്നു. അത് മനസ്സിലായതുപോലെ ശിവ അഞ്ജലിയിലുള്ള പിടിയഴിച്ചു. അഞ്ജലി അവനെയും രമേശിനെയും നോക്കി. അവൾ വരില്ലേ? കീർത്തി ഗൗതമിൻ്റെ കാതിൽ പതിയെ പറഞ്ഞു. ഗൗതം അവളെ നോക്കി കണ്ണുരുട്ടി. അഞ്ജലിയിൽ നിന്നും പിടിവിട്ടുകൊണ്ട് ശിവ അവളെ നോക്കി. അതുവരെ ഉണ്ടായിരുന്ന സുരക്ഷിതത്വം ആ നിമിഷമില്ലാതായതുപോലെ തോന്നി അവൾക്ക്. അഞ്ജലി അവനെ തന്നെ നോക്കി നിൽക്കുവാണ്. രണ്ടുപേരുടെയും മിഴികൾ തമ്മിൽ കോർത്തതും ഹൃദയത്തിൽ പലതും കടന്നുപോയിക്കൊണ്ടിരുന്നു. അവളുടെ നോട്ടം കണ്ടതും ശിവ വേഗം തിരിഞ്ഞു നടന്നു. അവൻ്റെ കാലുകൾ വേഗത്തിൽ ചലിച്ചു. അവൻ പോകുന്നത് കണ്ട് അഞ്ജലിയുടെ കൺകോണിൽ വെള്ളം നിറഞ്ഞു. ഇതെല്ലാം കണ്ടു ഡാനി അഞ്ജലിയെ നോക്കി ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി. വാ മോളെ. രമേശ് വന്ന് വിളിക്കുമ്പോഴാണ് അഞ്ജലി ബോധത്തിലേക്ക് വന്നത്. അയാൾ കാണാതിരിക്കാൻ കണ്ണു വേഗം തുടച്ചു അവൾ. അഞ്ജലി ചിരിച്ചുകൊണ്ട് രമേശിൻ്റെ കൂടെ നടന്നു. അപ്പോഴാണ് അമ്മു അഞ്ജലിയെ കണ്ടത്. അവളെ കണ്ടതും അമ്മു സന്തോഷത്തോടെ അഞ്ജലിയുടെ അടുത്തേക്ക് ഓടി വന്നു. ചേച്ചി എന്താ ഇവിടെ? കല്യാണത്തിന് വന്നതാണോ? അഞ്ജലി ചിരിച്ചുകൊണ്ട് അതേന്ന് തലയാട്ടി. ഗൗതം വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. നിന്റെ ഒന്നും നഷ്ടപ്പെട്ടില്ലല്ലോ, ചാരിത്രം. അഞ്ജലി അവൻ്റെ വയറിൽ കൊത്തി. കീർത്തി അഞ്ജലിയുടെ അടുത്ത് വന്നു നിന്നു. രാധ അവളെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ചുംബനം നൽകി. ഇന്നലെ ഇവരൊക്കെ നീ എവിടെയാണെന്ന് പറഞ്ഞത് അമ്മയൊന്നും അറിഞ്ഞില്ലായിരുന്നു മോളെ, അവർ കരച്ചിലോട് പറഞ്ഞു. അഞ്ജലി അവരുടെ തോളിൽ തലചായിച്ചു. ആ സമയം അവളുടെ മനസ്സിൽ ശിവ മാത്രമായിരുന്നു. അവനെ ഒരിക്കൽ കൂടെ കാണണമെന്ന മനസ്സ് അതിയായി കൊതിച്ചു. അജയ് മാത്രം അഞ്ജലിയോടൊന്നും മിണ്ടിയില്ല. അഞ്ജലി ശാലിനിയെ നോക്കി ചിരിച്ചു. അവളുടെ മുഖത്തെ പരിഭ്രമം കണ്ട് അഞ്ജലി അവളെ കൈപിടിച്ചു. എന്താ നടക്കുന്നതെന്നോ അഞ്ജലി ഓർത്തില്ല. എല്ലാ സമയമാവുമ്പോൾ രമേശിനോട് ചോദിക്കാമെന്ന് അഞ്ജലി മനസ്സിൽ കണക്ക് കൂട്ടി. ലക്ഷ്മിയോടും അമ്മുവിനോടും യാത്ര പറഞ്ഞ് അഞ്ജലി ഗൗതമിൻ്റെ കൂടെ കാറിൽ കയറിയിരിക്കുമ്പോഴാണ് മിററിൽ കൂടെ ശിവ അങ്ങോട്ട് വരുന്നത് കണ്ടത്. അഞ്ജലി ഞെട്ടി കാറിൽ നിന്നും ഇറങ്ങി. ശിവ അടുത്ത് വരുന്തോറും അഞ്ജലിയുടെ ഹൃദയം സന്തോഷം കൊണ്ട് തുടികൊട്ടി. അവൻ്റെ കയ്യിലെ കവർ കണ്ടതും വരുന്നത് എന്തിനാണെന്ന് അവൾ ഊഹിച്ചു. അഞ്ജലി എന്തിനെന്ന് എഴുന്നേറ്റു എന്ന് നോക്കിയ ഗൗതം കാറിൽ നിന്നും ഇറങ്ങിയതും ശിവ വരുന്നത് കണ്ട് അവനൊന്ന് നിന്നു. ബാക്കിൽ കീർത്തിയും പേടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഇത് നിന്റെ അല്ലേ? ശിവ ചോദിച്ചതും അഞ്ജലി അതേയെന്ന് തലയാട്ടി. അവനത് അവൾക്ക് കൊടുത്തു തിരിഞ്ഞതും അഞ്ജലി അവനെ വിളിച്ചു. ഏയ് റൗഡി. അത് കണ്ട് ഗൗതമും കീർത്തിയും അന്തം വിട്ട് അഞ്ജലിയെ നോക്കി. ശിവ തിരിഞ്ഞതും അഞ്ജലി അവൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. നമ്മളിനി എന്നാ കാണുന്നേ? ശാലിനിക്ക് നിന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമ്മൾ തമ്മിൽ അധികം വൈകാതെ കാണും. ദേഷ്യത്തിൽ പറഞ്ഞു നടന്നു നീങ്ങുന്ന ശിവയെ ഇമയുവിട്ടാതെ നോക്കി നിന്നു അഞ്ജലി. ശിവ പോയിന്ന് കണ്ടതും ഗൗതം അവളെ വിളിച്ചു. മതി നോക്കിയത്, വന്ന് കയറ്. അഞ്ജലി ശിവ പോയ ഭാഗത്തേക്ക് ഒരു ഫ്ലൈങ് കിസ്സും കൊടുത്ത് കാറിൽ കയറി. അവൾ കയറിയതും ഗൗതമും കീർത്തിയും അവളെ തുറിച്ചു നോക്കി. എന്താടാ, നീ എന്തിനുള്ള പുറപ്പാടാ? ഒന്നുമില്ല, നീ വണ്ടിയെടുക്ക്, വീട്ടിൽ ചെന്നിട്ട് വേണം പലതും പറയാൻ. ഗൗതം പിന്നെ ഒന്നും പറഞ്ഞില്ല.
അവർ നേരെ പോയത് ഭാഗവതി മഠം എന്ന തറവാട്ടിലേക്കായിരുന്നു. എനിക്കറിയണം എന്നെ എന്തിനാ ശിവ കൊണ്ടുപോയതെന്ന്, എന്തിനായിട്ടും ശാലിനിയെ കല്യാണം കഴിച്ചതെന്ന്, ഇവർ തമ്മിൽ എന്താ ബന്ധം? അഞ്ജലി അതുവരെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഓരോന്നും രമേശിന്റെ മുന്നിൽ കെട്ടയക്കുകയായിരുന്നു. ഹാളിൽ എല്ലാവരും ഉണ്ട്. അജയ് ആരെയും നോക്കാതെ തലയ്ക്ക് കൈകൊടുത്ത് സോഫയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. രാധ ശാലിനിയെ കൊണ്ട് മുറിയിൽ പോയി. ഗൗതമും കീർത്തിയും അഞ്ജലിയെ തടയാൻ നോക്കിയെങ്കിലും അവൾ ഉത്തരം കിട്ടാതെ പോവില്ല എന്ന നിലപാടിൽ തന്നെയായിരുന്നു. പപ്പ, ഇനിയെങ്കിലും എല്ലാം തുറന്നു പറ. ഞാനല്ലേ മോളെ, ഇവനാണെല്ലാത്തിനും കാരണം. രമേശ് എഴുന്നേറ്റുകൊണ്ട് അജയെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അയാളുടെ മുഖം ക്രോധം കൊണ്ട് ചുവന്നു. ദേഷ്യത്തിൽ നടന്നു പോകുന്ന രമേശിനെ പിടിച്ചു നിർത്താൻ അഞ്ജലിക്ക് കഴിഞ്ഞില്ല. അവൾ അജയുടെ അടുത്തേക്ക് നടക്കാൻ ഒരുങ്ങിയതും ഗൗതം അവളെ പിടിച്ചു നിർത്തി. നീ വാ, അവൻ ഭയങ്കര സ്ട്രെസ്സാ, നമുക്ക് പിന്നെ സംസാരിക്കാം. ഗൗതമും കീർത്തിയും അവളെ പിടിച്ച് മുറിയിലേക്ക് പോയി. മുറിയിലേക്ക് കയറിയതും അഞ്ജലിയുടെ മനസ്സ് വീണ്ടും ആ കോളനിയിലേക്ക് പോയി. ഈ മുറിയിൽ കഴിഞ്ഞ താനാണ് ഇത്രയും ദിവസം അവിടെ കഴിഞ്ഞതെന്ന് ഓർക്കാൻ പോലും വയ്യ. ബെഡിലിരുന്ന അഞ്ജലി ശിവയെ ഓർത്തു. എന്താ, റൗഡിയെ സ്വപ്നം കാണുവാണോ? ആണെങ്കിൽ വേണ്ട, നിനക്ക് സ്വപ്നം കാണാൻ അങ്ങ് അമേരിക്കയിൽ ഒരു മുതലുണ്ട്. ഗൗതം തമാശയിലാണ് പറഞ്ഞതെങ്കിലും അഞ്ജലിക്ക് അത് ഓർത്തപ്പോൾ എന്തോ പോലെ തോന്നി. അവൾ കയ്യിലെ കവറെടുത്ത് ഷെൽഫിൽ വെച്ചു. അപ്പോഴേക്കും കീർത്തി ഒരു ഗ്ലാസ് ജ്യൂസുമായി വന്നു. അത് അഞ്ജലിക്ക് കൊടുത്ത് അവൾ ഗൗതമിൻ്റെ അടുത്തിരുന്നു. ഇനി പറ നിന്റെ കിഡ്നാപ്പിംഗ് സ്റ്റോറി. അതൊരു 1.5 സ്റ്റോറിയാണ് എൻ്റെ മോളെ, ചെക്കൻ മാസാണ്. അഞ്ജലി സ്വപ്നത്തിൽ എന്ന പോലെ കീർത്തിയുടെ മടിയിലേക്ക് കിടന്നു. ശിവ കൊണ്ടുപോയത് മുതൽ ഓരോന്ന് ഓർത്തുകൊണ്ട് അവൾ കിടന്നു. ഇവളെന്താണ് ഒറ്റയ്ക്ക് ചിരിക്കുന്നേ? അത് പ്രേമം തോന്നി അങ്ങനെയാണ് കീർത്തു. ഒറ്റയ്ക്ക് ചിരിക്കും, കരയും ഒക്കെ ചെയ്യും. അവരുടെ സംസാരമൊന്നും കേൾക്കാതെ അഞ്ജലി അങ്ങനെ തന്നെ കിടന്നു. തിരിച്ചെത്തിയ ശിവ പുറത്ത് തന്നെ നിന്നു സിഗരറ്റ് വലിക്കുവാണ്. ഡാനി അവൻ്റെ അടുത്ത് വന്നു നിന്നു. കുറച്ചു ദിവസം ഈ ശീലമൊന്നും ഇല്ലായിരുന്നല്ലോ. ശിവ മറുപടിയൊന്നും പറയാതെ അവനെ നോക്കി. വേഗത്തിൽ വലിച്ചുവിടുന്ന പുക നോക്കിയവൻ അങ്ങനെ നിന്നു. അവൾ പോയതിൽ നിനക്ക് സങ്കടമുണ്ടോ? ഡാനി ചോദിച്ചതും ശിവ സിഗരറ്റ് കുറ്റി വലിച്ചെറിഞ്ഞുകൊണ്ട് അവൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. ഇനി മേലാൽ അവളുടെ കാര്യം എന്നോട് പറയരുത്, കേട്ടോടാ പട്ടി. ചുവന്ന മുഖവുമായി ഇറങ്ങിപ്പോകുന്ന ശിവയെ നോക്കി ഡാനി നിന്നു. ഞാൻ പറയുന്നില്ല, പക്ഷെ നീ തന്നെ എന്നോട് പറഞ്ഞു വരും മോനെ, കണ്ടോ നീ? അഞ്ജലി മുറിയിൽ വിശ്രമിക്കുമ്പോഴാണ് അജയ് അങ്ങോട്ട് വന്നത്. അവനെ കണ്ടതും അഞ്ജലി ദേഷ്യത്തിൽ മുഖം തിരിച്ചു കിടന്നു. അവൻ അവളുടെ അടുത്തേക്ക് വന്നിരുന്നു. അഞ്ജു, നിനക്കെന്നോട് ദേഷ്യമാണെന്നറിയാം. എല്ലാത്തിനും കാരണം ഞാനാണടി. അഞ്ജലി എഴുന്നേറ്റ് ബെഡിൽ ചാരിയിരുന്നു. അജയ് അവളെ നോക്കാതെ മറ്റെങ്ങോ നോക്കി. ശാലിനിയും ഞാനും പ്രണയത്തിലായിരുന്നു. 2 വർഷമായി. അച്ഛൻ സമ്മതിക്കില്ല എന്നെനിക്ക് ഉറപ്പായിരുന്നു. കാരണം അവൾ ചേരിയിലെ പെണ്ണല്ലേ. പക്ഷെ എനിക്ക് അവളെ മറക്കാൻ കഴിയില്ലായിരുന്നു. അത്രയും ഇഷ്ടമാണ് അവൾക്ക് എന്നെയും. ആ സ്നേഹത്തിലൊരു തെറ്റുപറ്റി. അവളുടെ വയറ്റിൽ എൻ്റെ കുഞ്ഞുണ്ടെന്നറിഞ്ഞപ്പോഴാണ് അതെത്ര വലിയ തെറ്റാണെന്ന് ഞാൻ അറിഞ്ഞത്. കേട്ടതൊന്നും വിശ്വാസം വരാതെ അഞ്ജലി അജയെ വിളിച്ചു നോക്കി. വേറെ വഴിയില്ലെന്ന് കണ്ട് അവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. പപ്പയോട് പറഞ്ഞതും പപ്പൻ ഇവിടെ നിന്നും പറഞ്ഞു വിട്ടു. അവളെ കൊണ്ടുപോയി ഹോസ്പിറ്റലിലാക്കി. അബോർഷൻ ചെയ്യാനായിട്ടായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. സ്വന്തം പപ്പ ഇത്രയും ക്രൂരനായിരുന്നു എന്നറിഞ്ഞതും അഞ്ജലി ഞെട്ടി എഴുന്നേറ്റു. അവൾ അജയോട് ചേർന്നിരുന്നു. അവൻ്റെ തോളിൽ തല ചായ്ച്ചു. അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. കൂടെയൊന്നും ഉണ്ടെന്ന് പറയും പോലെ. അപ്പോഴേക്കും ശിവ അവളെ രക്ഷപ്പെടുത്തി. പക്ഷെ അപ്പോഴേക്കും അബോർഷൻ കഴിഞ്ഞിരുന്നു. എന്നെക്കൊണ്ട് തന്നെ ശാലിനി വിവാഹം കഴിപ്പിക്കുമെന്ന് ശിവ പറഞ്ഞതും പപ്പ അവരോടുള്ള ദേഷ്യം കൊണ്ട് അവരുടെ ചേരി തന്നെ ഇല്ലാതാക്കാൻ പ്ലാൻ ചെയ്തു. കോളനി പൊളിക്കുന്ന കോൺട്രാക്റ്റ് പപ്പ ഏറ്റെടുത്തു. ശിവ എതിരെ നിന്നും പപ്പയ്ക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. നീ ശിവയുടെ കസ്റ്റഡിയിൽ കൂടെ ആയതോടെ പപ്പയും വിവാഹത്തിന് സമ്മതിച്ചു. എല്ലാം കേട്ടുകഴിഞ്ഞ് അഞ്ജലി അജയുടെ നേരെ തിരിഞ്ഞിരുന്നു. അവൻ്റെ മുഖം അവൾക്ക് നേരെ പിടിച്ചു. നിന്റെ ഇഷ്ടം നടന്നില്ലേ, പിന്നെ എന്താ നിന്റെ സങ്കടം? അവൾ അവനോട് ചോദിച്ചു. ഞാൻ കാരണം നീ ഇത്രയും അനുഭവിച്ചില്ലേ എന്ന് ഓർക്കുമ്പോൾ എനിക്കൊന്നുമില്ല എൻ്റെ ഏട്ടൻ്റെ അഞ്ജൂസിനൊന്നും സംഭവിച്ചിട്ടില്ല. അവൾ കുറുമ്പോടെ പറയുന്നത് കേട്ട് അജയ് ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് വിഫലമായി പോയിരുന്നു. ഇനിയും എന്തോ ഒരു സങ്കടമുള്ളിൽ കിടപ്പുണ്ടല്ലോ. അവൾ പറഞ്ഞതും അജയ് എഴുന്നേറ്റ് ബാൽക്കണിയിൽ പോയി നിന്നു. അവളും അവൻ്റെ പുറകെ പോയി. ശാലിനിയുടെ വിചാര ആഘോഷം പ്ലാൻ ചെയ്ത് ഞാൻ കൂടെ ചേർന്നാണെന്ന്. അതുകൊണ്ട് അവൾക്ക് എന്നോട് ദേഷ്യമാണ് അഞ്ജു. അവൻ പതിയെ പറഞ്ഞു. ഇത്രയേ ഉള്ളൂ, എൻ്റെ ഏട്ടത്തിയമ്മയുടെ പിണക്ക് ഞാൻ മാറ്റിത്തരും. അവൾ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു.
അജയ് അവളുടെ തലയിൽ പതിയെ തലോടി. അജയുടെ നെഞ്ചിൽ കിടക്കുമ്പോൾ അഞ്ജലിയുടെ മനസ്സിൽ ശിവയായിരുന്നു. അവൻ ചെയ്ത നന്മ മാത്രമായിരുന്നു. ശിവ അവളുടെ മനസ്സിൽ ഒരു പ്രണയമായി മാറാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. അഞ്ജലി ശാലിനിയുടെ അടുത്തേക്ക് പോകുമ്പോഴാണ് രമേശിൻ്റെയും രാധയുടെയും സംസാരം കേട്ടത്. രമേശ് വളരെ ദേഷ്യത്തിൽ നിൽക്കുന്നത് കണ്ട് അഞ്ജലി അവർ കാണാതെ മാറി നിന്നു. അയാളുടെ ശബ്ദം ഉയർന്നിരുന്നു. മകൻ്റെ ഭാര്യയായി വന്നിരിക്കുന്നത് ചേരിയിലെ പെണ്ണ. ആ പരിഗണന കൊടുത്താൽ മതി അവൾക്ക്. നാളെ മുതൽ വേലക്കാരെല്ലാം പറഞ്ഞു വിട്ടേക്ക്. അവൾ മതി അടുക്കളക്കാരിയായി. രമേശിൻ്റെ ക്രൂരത നിറഞ്ഞ വാക്കുകൾ കേട്ട് അഞ്ജലി ഞെട്ടി. മറുപടിയൊന്നും പറയാതെ രാധ തലതാഴ്ത്തി നിൽക്കുകയായിരുന്നു. അവൻ കാരണമാണ് അവൾ ഈ വീട്ടിലേക്ക് കാലുകുത്തിയത്. ശിവയുടെ പേര് കേട്ടതും ഹൃദയത്തിൽ തണുപ്പ് നിറയുന്നതുപോലെ തോന്നി അവൾക്ക്. ചുണ്ടിലിളം ചിരിയോട് അവൾ അജയുടെ മുറിയിലേക്ക് പോയി. അഞ്ജലി മുറിയിലെത്തുമ്പോൾ ശാലിനി ബെഡിലിരുന്ന് മുഖം പൊത്തി കരയുകയായിരുന്നു. അഞ്ജലി അവളുടെ അടുത്ത് പോയിരുന്നു. തോളിൽ കൈവച്ചു. ശാലിനി വേഗം മുഖം തുടച്ചു. ഇനി കരയരുത്, എല്ലാം കഴിഞ്ഞില്ലേ? ശാലിനി മറുപടി പറയാതെ അവളെ നോക്കി. കരഞ്ഞു കലങ്ങിയ കണ്ണുകളും വാടിയ മുഖവും എല്ലാം കണ്ട് അഞ്ജലിക്ക് സങ്കടം തോന്നി. അഞ്ജലി അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു നിർത്തി. ആദ്യം പോയി കുളിച്ച് ഫ്രഷായി വാ. ശാലിനിക്ക് ഇടാനുള്ള ഡ്രസ്സ് അലമാരയിൽ നിന്നും എടുത്തു കൊടുത്തുകൊണ്ട് അഞ്ജലി പറഞ്ഞു. ശാലിനി ബാത്റൂമിൽ പോയതും അഞ്ജലി ബെഡിലെ വിരിപ്പ് മാറ്റി വിരിച്ചു. അവൾ അതെല്ലാം ചെയ്യുമ്പോൾ അതിനെല്ലാം കാരണക്കാരനായവനെ ഓർക്കുകയായിരുന്നു. ഒരു സാധനം എടുത്തിൽ നിന്ന് മാറ്റിവെക്കാത്ത തനിക്ക് വന്ന മാറ്റം അവളൊരു ചിരിയോടെ ഓർത്തു. ശാലിനി കുളി കഴിഞ്ഞു വന്നതും അഞ്ജലി അവളെ പിടിച്ച് കണ്ണാടിക്ക് മുന്നിൽ നിർത്തി. നമ്മൾ സെയിം ഏജ് അല്ലേ? ഞാനെന്താ വിളിക്കുക? ശാലിനി. വേണ്ട, ഞാൻ അഞ്ജൂസ്. അപ്പം നീ നാത്തൂസ്. എങ്ങനെയുണ്ട്? അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് അഞ്ജലി പറഞ്ഞു. ശാലിനി അവളെ നോക്കി ചിരിച്ചു. ഇനി കരയരുത്, എപ്പോഴും ഇതുപോലെ ചിരിക്കണം. ആരെന്ത് പറഞ്ഞാലും സ്ട്രോങ് ആയി നിൽക്കണം. കൂടപ്പിറപ്പായും ഒരു നല്ല ഫ്രണ്ടായും ഞാനുണ്ടാകുമെന്നും. എനിക്ക് എൻ്റെ ഏട്ടനെ ഒത്തിരി ഇഷ്ടമാണ്. അവൻ്റെ ജീവനല്ലേ നീ. അപ്പോൾ എനിക്ക് നിന്നെയും ഒരുപാട് ഇഷ്ടമാണ്. ശാലിനിയുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അഞ്ജലി പറഞ്ഞതും ശാലിനി കരഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു. അഞ്ജലി അവളെ ആശ്വസിപ്പിക്കുമ്പോഴാണ് അജയ് അങ്ങോട്ടേക്ക് വന്നത്. അവനെ കണ്ടതും ശാലിനി മുഖം തുളച്ച് മാറി നിന്നു. ഞാൻ കട്ടുറും പാവുന്നില്ല, അഞ്ജലി കളിയാലെ പറഞ്ഞ് അജയുടെ വയറ്റിൽ പതിയെ കുത്തി മുറിയിൽ നിന്നും പോയി. അഞ്ജലി പോയതും അജയ് വാതിലടച്ച് ശാലിനിയുടെ അടുത്ത് വന്നതും അവൾ പുറകിലേക്ക് നീങ്ങി. ഞാൻ പറയുന്നത് കേൾക്കുകയെങ്കിലും ചെയ്തുകൂടെ നിനക്ക്? വേണ്ട, ഇനി എന്തു പറഞ്ഞാലും പോയത് തിരിച്ചു കിട്ടില്ല. അജയ് പിന്നെ അവളോടൊന്നും പറയാൻ നിന്നില്ല. ശാലിനി അവനെ നോക്കാതെ മുറിയുടെ ഓരം പോയി നിന്നു. രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി അഞ്ജലി ശാലിനിയോടൊപ്പം കൂടി. അജയ് ഗൗതമിൻ്റെ കൂടെയായിരുന്നു ഇരുന്നത്. രമേശിൻ്റെ കത്തുന്ന മിഴികൾ കണ്ട് പേടിച്ച് ശാലിനി പേടിച്ചു നിന്നു. അഞ്ജലി അവളെ അജയുടെ അടുത്ത് പിടിച്ചിരുത്തി അവളും ഇരുന്നു. കീർത്തി വൈകുന്നേരം പോയിരുന്നു. രാധ അഞ്ജലിയുടെ പാത്രത്തിലേക്ക് ഭക്ഷണം വിളമ്പാൻ നിന്നതും അഞ്ജലി തടഞ്ഞു. അവൾ സ്വയം വിളമ്പി ഒപ്പം ശാലിനിക്കും വിളമ്പിക്കൊടുത്തു. ഇതെല്ലാം കണ്ട് എല്ലാവരും അഞ്ജലിയെ തന്നെ നോക്കിയിരുന്നു. നീ ഇതൊക്കെ എപ്പോൾ തുടങ്ങി? ഗൗതം അവളെ കളിയാക്കി പറഞ്ഞതും എല്ലാവരും അത് കേട്ട് ചിരിച്ചു. അഞ്ജലി ശാലിനിയോട് കഴിക്കാൻ പറഞ്ഞു. ശാലിനി അജയെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. അവന് നല്ല സങ്കടം തോന്നി. മോളുടെ വീട്ടുകാരെ നാളെ ക്ഷണിക്കണ്ടേ? രാധ പറഞ്ഞതും രമേശ് അവരെ തുറിച്ചു നോക്കി. അത് കണ്ടതും രാധ പിന്നെയൊന്നും പറയാതെ തല താഴ്ത്തി. നാളെ എന്തെങ്കിലും ചടങ്ങുണ്ടോ അമ്മേ? പെണ്ണിൻ്റെ വീട്ടിൽ നിന്നും വീട് കാണാൻ വരുന്ന ചടങ്ങുണ്ട് മോളെ. അവരുടെ കൂടെ ചെക്കനും പെണ്ണും പോകും. അന്ന് അവർ അവിടെ താമസിക്കണം. അതാണ് ചടങ്ങ്. രാധ പറഞ്ഞതും അഞ്ജലിയുടെ മനസ്സിൽ ശിവയെ കാണാലോ എന്ന ചിന്തയാണ് ആദ്യം തോന്നിയത്. എങ്ങനെയെങ്കിലും രമേശിനെ കൊണ്ട് അത് സമ്മതിപ്പിക്കണമെന്ന് അവൾ കരുതി. അഞ്ജു, ഇനി ഒരു ചടങ്ങും വേണ്ട. മാത്രമല്ല അജയ് അവിടെ താമസിക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ ഞാൻ ഇത്രയും ദിവസം അവിടെ താമസിച്ചതോ? അത് മറന്നോ? അഞ്ജലിയുടെ വാക്കുകൾ കേട്ട് രമേശ് അവളെ തുറിച്ചു നോക്കി. അയാളോട് ഇതുവരെ മറുവാക്ക് പറയാത്ത അഞ്ജലി അല്ലായിരുന്നു ആ നിമിഷം അവർക്ക് മുന്നിൽ. പ്ലീസ് പപ്പ, ഏട്ടനൊരു കുഴപ്പമില്ല, സമ്മതിച്ചേക്ക്. കല്യാണം സിമ്പിളായി നടന്നു. അതുകൊണ്ട് ഇതെല്ലാം എന്തിനു വേണ്ടെന്ന് വെക്കുന്നത്? പ്ലീസ് പപ്പ. അവരുടെ വാക്കുകൾക്ക് മറുപടി നൽകാതെ അയാൾ എഴുന്നേറ്റു പോയി. രമേശ് പോയതും രാധ അഞ്ജലിയെ ദേഷ്യത്തിൽ നോക്കി അയാളുടെ പുറകെ പോയി. രാധ പോയത് നോക്കി അഞ്ജലി തിരിഞ്ഞതും അജയും ഗൗതമും അവളെ അന്തം വിട്ട് നോക്കിയിരിക്കുവാണ്. അഞ്ജലി പുരികം പൊക്കി എന്താ എന്ന ഭാവത്തിൽ അവരോട് നോക്കി. നിനക്ക് ഇത്രയും ധൈര്യമൊക്കെ ഉണ്ടോടി അഞ്ജൂസേ? ഗൗതം പറഞ്ഞതും അഞ്ജലി ഷോൾഡർ പൊക്കി ഗമയിലിരുന്നു.
ശാലിനിയെ നോക്കി കണ്ണിറുക്കി അവൾ കഴിക്കാൻ തുടങ്ങി. കഴിക്കൽ കഴിഞ്ഞതും അഞ്ജലി കഴിച്ച പാത്രം എടുത്ത് എഴുന്നേറ്റ് പോകുന്നത് കണ്ട് അജയും ഗൗതമും പരസ്പരം നോക്കി. അഞ്ജുവിന് കാര്യമായി എന്തോ പറ്റിയിട്ടുണ്ട്. എല്ലാം ശിവമയം. എന്താ? ഗൗതം അറിയാതെ പറഞ്ഞതും അവൻ അജയെ നോക്കി. എല്ലാം ശിവഭഗവാന്റെ ലീലാവിലാസം എന്നാ പറഞ്ഞത്. ഗൗതം പിന്നെ അവിടെ നിന്നില്ല. വേഗം എഴുന്നേറ്റ് പോയി കൈ കഴുകി. അല്ലെങ്കിൽ പണി കിട്ടുമെന്ന് അവൻക്കുറപ്പാണ്. അഞ്ജലി അടുക്കളയിലേക്ക് വരുന്നത് കണ്ട് സെർവൻ്റ് എല്ലാം എഴുന്നേറ്റു നിന്നു. അവൾ അവനെ നോക്കി ചിരിച്ചു. മേഡം എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്താ വേണ്ടെന്ന് പറഞ്ഞാ? എനിക്കൊരു ഗ്ലാസ് പാല് വേണം. തിളപ്പിച്ച് വെച്ചേക്ക്, ഞാൻ വന്നെടുത്തോളാം. മുറിയിലേക്ക് കൊണ്ടുവരാം മേഡം. വേണ്ട, ഇവിടെ വെച്ചാൽ മതി. അഞ്ജലി നേരെ പോയത് അജയുടെ മുറിയിലേക്കായിരുന്നു. അജയും ഗൗതമും ബെഡിലിരുന്ന് സംസാരിക്കുന്നത് കണ്ട് അഞ്ജലി ശാലിനിയെ തിരക്കി. അമ്മ വിളിച്ചുകൊണ്ട് പോയി. അജയ് മറുപടി പറഞ്ഞതും അഞ്ജലി രാധയുടെ അടുത്തേക്ക് പോയി. അവിടെ ചെല്ലുമ്പോൾ രാധ ശാലിനിക്ക് എന്തോ കൊടുക്കുന്നാണ് കണ്ടത്. അത് ആഭരണപ്പെട്ടിയായിരുന്നു. അവളെ കണ്ടതും രാധ കണ്ണു തുടച്ചു. എല്ലാം മരുമോൾക്ക് കൊടുക്കല്ല രാധമ്മേ, ഒരു മോളും ഉണ്ടേ. നിനക്കുള്ളത് നിന്നെ കെട്ടിക്കുമ്പോൾ തരും. രാധ മറുപടി നൽകിയതും അഞ്ജലിയുടെ മുഖത്തെ പുഞ്ചിരി വാങ്ങു. അവളുടെ മനസ്സിലേക്ക് നിതിൻ്റെ മുഖം ഓർമ്മ വന്നു. അവൾക്കെന്തോ വല്ലാത്ത വിഷമം. അഞ്ജു പപ്പ സമ്മതിച്ചു നാളെ അവരെയൊക്കെ വിളിക്കാൻ. കേട്ടത് വിശ്വാസം വരാതെ അതിലേറെ ശിവയെ കാണാലോ എന്ന് സന്തോഷം കൊണ്ട് അഞ്ജലിയുടെ മുഖം വിടർന്നു. അവൾ രാധയെ കെട്ടിപ്പിടിച്ചു. ശാലിനെ ചിരിച്ചുകൊണ്ട് പോകാൻ നിന്നതും അഞ്ജലി അവളെ തടഞ്ഞു. പോവൽ, എൻ്റെ മുറിയിലിരിക്ക്, ഞാനിപ്പോൾ വരാമേ. ശാലിനി ശരിയെന്ന് തലയാട്ടി. അഞ്ജലി രാധയുടെ മടിയിലേക്ക് തലചായ്ച്ചു. അവളുടെ നെറുകയിൽ തലോടി രാധ വാത്സല്യത്തോടെ നോക്കി. നിന്നെ അവർ ഉപദ്രവിച്ചോ മോളെ? ഇല്ലമ്മ, ഒന്നും ചെയ്തില്ല. ശിവ തന്നെ ഒന്ന് നുള്ളി പോലും നോവിച്ചിട്ടില്ല. അവൾ ആ നിമിഷം ഓർത്തുപോയി. അവൻ്റെ കൂടെ അത്രയും ദിവസം നിന്നിട്ടും ഒരിക്കൽ പോലും അവനെ തന്നെ തെറ്റായി നോക്കിയിട്ട് പോലുമില്ല. അവൾ ഓർത്തുകൊണ്ട് കണ്ണടച്ച് കിടന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് രമേശ് വന്നത്. അയാളെ കണ്ടതും അഞ്ജലി എഴുന്നേറ്റു നിന്നു. താങ്ക് യു പപ്പ. അത്രയും പറഞ്ഞുകൊണ്ട് അഞ്ജലി പോയി. അവൾ ചെല്ലുമ്പോൾ ശാലിനി അവളുടെ മുറിയിലെ ഫോട്ടോസ് എല്ലാം നോക്കി നിൽക്കുവാണ്. അഞ്ജലി വാതിലടച്ച് കുറ്റിയിട്ടു. അലമാരയിൽ നിന്നൊരു സെറ്റ് സാരി എടുത്ത് ശാലിനിക്ക് നേരെ നീട്ടി. ഇതുടുത്തു വാ. ശാലിനി അഞ്ജലിയെ ദയനീയമായി നോക്കി. അഞ്ജലി അവളെ ഉന്തിത്തള്ളി ഡ്രസ്സിംഗ് ഏരിയയിലേക്ക് വിട്ടു. ശാലിനി സാരി ഉടുത്ത് വന്നതും അവളൊന്ന് നോക്കി. അത്യാവശ്യം മേക്കപ്പൊക്കെ ചെയ്തു കൊടുത്തു. രാധ കൊടുത്ത ആഭരണപ്പെട്ടിയിൽ നിന്നും 2 വളയെടുത്ത് ഇരു കൈയിലും ഇട്ടുകൊടുത്തു. പിന്നെ ചെറിയൊരു മാലയും ഇട്ടു. എന്നിട്ട് അവളെ സൂക്ഷിച്ചു നോക്കി. പിന്നെ എന്തോർത്ത പോലെ മുറിയിൽ നിന്നും ഓടിപ്പോയി. തിരിച്ചു വരുമ്പോൾ അവളുടെ കയ്യിൽ സിന്ദൂരം ഉണ്ടായിരുന്നു. ശാലിനി അതിൽ നിന്നും സിന്ദൂരം എടുത്ത് ചാർത്തി. ഇവിടെ ഇരിക്കെ, പോകല്ലേ. ഇനി എന്താ? വെയിറ്റ് ആൻഡ് സീ. അഞ്ജലി വീണ്ടും ഓടിപ്പോയി. ശാലിനി വിറയലോടെ ആയിരുന്നു ഇരുന്നത്. അഞ്ജലി പാൽ ഗ്ലാസുമായി വരുന്നത് കണ്ട് ശാലിനി ദയനീയമായി അവളെ ഒന്ന് നോക്കി. വാ നാത്തൂസേ, അഞ്ജലി പതിയെ വിളിച്ചു. വാതിൽക്കലെത്തിയതും ശാലിനി നിന്നു. ഇവിടെ നിൽക്ക്, അകത്തൊരു കുരങ്ങനുണ്ട്, ഇപ്പം വരാമേ. അഞ്ജലി അകത്ത് പോയി ഗൗതമിനെ വിളിച്ചു. ഡാ പോര്, നീ പോയിക്കോ, ഞങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വരാം. നീ ഇനിയൊന്നും പറയണ്ട. അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അഞ്ജലി നടന്നു. ഗൗതം കാര്യമറിയാതെ അവളെ നോക്കി. വാതിൽ തുറന്ന് പുറത്തു വന്നതും ശാലിനിയെ കണ്ട് ഗൗതമിന് കാര്യം മനസ്സിലായി. അവൻ അഞ്ജലിയെ നോക്കി വിളിച്ചു. പിന്നെ വേഗം സ്ഥലം വിട്ടു. അഞ്ജലി ശാലിനിയെ മുറിയിലാക്കി. ശാലിനി വന്നതും അജയ് ബെഡിൽ നിന്ന് എഴുന്നേറ്റു. അഞ്ജലി അജയുടെ അടുത്ത് വന്നു. എല്ലാം പറഞ്ഞ് സെറ്റാക്കിക്കോ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അവനോട് പതിയെ പറഞ്ഞുകൊണ്ട് അഞ്ജലി ശാലിനിയുടെ അടുത്ത് വന്നു. അപ്പം ശരി നാത്തൂസ്, ഗുഡ് നൈറ്റ്. അവളോട് പറഞ്ഞുകൊണ്ട് അഞ്ജലി വാതിൽ ചാരി മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. അജയ് ശാലിനിയുടെ അടുത്തേക്ക് നടന്നതും അവൾ പുറകിലേക്ക് നീങ്ങി. പ്ലീസ്, എനിക്ക് സമയം വേണം, അവൾ അവനെ നോക്കാതെ തന്നെ പറഞ്ഞു. അജയ് പിന്നെ ഒന്നും പറയാതെ ബെഡിൽ നിന്ന് തലയിണെടുത്ത് സോഫയിൽ പോയി കിടന്നു. അഞ്ജലിയുടെ മുറിയിൽ ബാൽക്കണിയിൽ നിലത്ത് കിടക്കുവാണ് ഗൗതമും അഞ്ജലിയും. അഞ്ജലിയുടെ മനസ്സിലുള്ളത് മുഴുവൻ കേൾക്കാൻ തയ്യാറായിരുന്നു ഗൗതം. 5 ദിവസത്തെ അവളുടെ ഓർമ്മകൾ പങ്കുവെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞ പേര് ശിവയുടെ ആയിരുന്നു. അവനെക്കുറിച്ച് പറയുമ്പോൾ വിടരുന്ന അവളുടെ മിഴികൾ ആ നിലാവിളിച്ചതിൽ ഗൗതം കണ്ടു. അഞ്ജു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഡു യു ലവ് ഹിം? അഞ്ജലി എഴുന്നേറ്റിരുന്നു. അവളുടെ കണ്ണുകൾ ആകാശത്തേക്ക് നീണ്ടു. ആ സമയം അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. ഈ ആകാശം കണ്ടോ? ഇത്രയും നാൾ ഞാൻ ഇതിൻ്റെ ഭംഗി അറിഞ്ഞിരുന്നില്ല ഗൗതം. അത്രയും ചെറിയ കാര്യം പോലും ഞാൻ ശ്രദ്ധിക്കാത്ത കാരണം അവനാണ്. ചെറിയ കാര്യത്തിൽ പോലും സന്തോഷം കണ്ടെത്താമെന്നറിഞ്ഞത് അയ്യയുടെ മസാല ദോശ കഴിക്കാൻ പോയപ്പോഴാണ്. നമ്മൾ ഔട്ടിങ്ങിന് എവിടെയൊക്കെ പോയിട്ടുണ്ട്.
5 സ്റ്റാർ റെസ്റ്റോറൻറ്റ് പോലും കിട്ടാത്ത സന്തോഷം എനിക്ക് ആ തട്ടുകടയിൽ നിന്നും കിട്ടി. ഞാൻ കേട്ടറിഞ്ഞ ശിവയും ആ ശിവയും തമ്മിൽ ഒരുപാട് അന്തരം. കള്ള് കുടിച്ച ഓരോ സ്ത്രീകളുടെ കൂടെ അന്തി ഉറങ്ങുന്ന ശിവ. പക്ഷെ ഒരിക്കൽ പോലും അവൻ കുടിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ടില്ല. ഒരു പെണ്ണിനെ നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവൻ്റെ ഉള്ളിൽ ഒരുപാട് നന്മയുണ്ട്. അവൻ സ്പെഷ്യലാണ് ഗൗതം, സംതിങ് സ്പെഷ്യൽ. അവനോട് എനിക്ക് എന്ത് ഫീലിങ്സ് ആണെന്ന് അറിയില്ല. പക്ഷെ അവൻ കൂടെ വേണമെന്ന് തോന്നുന്നു. അവൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങി നിൽക്കാൻ കൊതിക്കുന്നുണ്ട് ഞാൻ. അതാണ് ഞാൻ ചോദിച്ചത്. ഡു യു ലവ് ഹിം? യെസ് ഗൗതം, ഐ ലവ് ഹിം. ഐ ലവ് മൈ റൗഡി. ഗൗതമിനെ നോക്കി അവൾ വീറോടെ പറയുമ്പോൾ അവളുടെ ഗൗതം കണ്ടിരുന്നു അവളുടെ മിഴികളിലെ ശിവയോടുള്ള പ്രണയം. ആ സമയം നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശത്തേക്ക് നോക്കി ശിവ പാറക്കല്ലുകൾക്ക് മുകളിൽ ഇരിക്കുവാണ്. രാത്രിയേറെ വൈകിയാണ് ശിവ വീട്ടിലേക്ക് വന്നത്. അവൻ വരുമ്പോൾ ഡാനി കിടന്നു TV കാണുവാണ്. ശിവ അവനെ നോക്കാതെ ഷർട്ടഴിച്ച് അയലിട്ട് ടവലെടുത്ത് തോളിലിട്ടു. ഇതെല്ലാം ചെയ്യുമ്പോഴും മനസ്സ് അവിടെ ഒന്നും ആയിരുന്നില്ല. അവൻ്റെ പ്രവൃത്തികൾ നോക്കിക്കണ്ട ഡാനി അവൻ ബാത്റൂമിൽ കയറാൻ നിന്നതും അവനെ വിളിച്ചു. ഡാ, ലക്ഷ്മിയമ്മ വന്നിരുന്നു. ഡാനി പറഞ്ഞതും ശിവ തിരിഞ്ഞ് അവനെ നോക്കി. ഡാനി എഴുന്നേറ്റുകൊണ്ട് ശിവയുടെ അടുത്ത് പോയി നിന്നു. ശിവ എന്താ കാര്യമെന്ന ഭാവത്തിൽ ഡാനിയെ നോക്കി നിന്നു. നാളെ ഷാനിയുടെ വീട്ടിലേക്ക് പോകാൻ നിന്നെ കൂടെ വിളിക്കാൻ വന്നതാ. ഞാനൊന്നുമില്ല, ഒട്ടും ആലോചിക്കാതെ മറുപടി പറഞ്ഞു. പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ ശിവ കുളിക്കാൻ കയറി. അവൻ പോയതും ഡാനി ചിരിച്ചുകൊണ്ട് കസേരയിലിരുന്നു. ദേഹത്ത് വെള്ളം വീഴുമ്പോഴും മനസ്സാകെ അസ്വസ്ഥമാവുന്നത് പോലെ തോന്നി ശിവയ്ക്ക്. കുളി കഴിഞ്ഞിറങ്ങി തല തുവർത്തിക്കൊണ്ട് അവൻ ഡാനിയുടെ അരികിൽ വന്നിരുന്നു. നീ പോകുന്നില്ലെങ്കിൽ ഞാൻ പോകും. ശിവ നോക്കി. ഡാനി അവനെ നോക്കി ഇളിച്ചു കാണിച്ചു. ശിവ ടവൽ അവൻ്റെ ദേഹത്തേക്ക് എറിഞ്ഞു. നമ്മൾ രണ്ടാളും പോകുന്നില്ല. അതെന്ത് ഏർപ്പാടാ? ആരെങ്കിലും ഒരാൾ പോയില്ലെങ്കിൽ ആ നമ്പ്യാർ ലക്ഷ്മിയമ്മയെ എന്തെങ്കിലും പറഞ്ഞ് വിഷമിപ്പിക്കും. മാത്രമല്ല ശാലിനിയുടെ വിവരം അറിയണ്ടേ? ഡാനി പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് ശിവയ്ക്ക് തോന്നി. അജയ് തന്നെയാണ് അബോഷൻ ചെയ്യിപ്പിച്ചതെന്ന് ശിവയ്ക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അജയോട് ശിവ ദേഷ്യമായിരുന്നു. അവൻ്റെ കൂടെ ശാലിനി എങ്ങനെ കഴിയുന്നു എന്നറിയണം, അവളുടെ അവസ്ഥ എങ്ങനെയാണെന്നും. നീ പൊയ്ക്കോ. പിന്നെ കണ്ടവൾമാരെ നോക്കി അടിവാങ്ങി വന്ന തീർക്കാൻ ശിവയെ കിട്ടില്ല. അതിന് ഡാനി കണ്ടവൾമാരെയൊക്കെ ഉള്ള നോട്ടേ. ശിവയെ നോക്കി നെഞ്ചിൽ കൈവച്ച് ഡാനി പറയുന്നത് കേട്ട് അവൻ ദേഷ്യം അടക്കി പിടിച്ചു. അവൻ പിന്നെ അവിടെ നിൽക്കാതെ പുറത്തു വന്നു നിന്നു. കയ്യിൽ സിഗരറ്റ് കത്തിച്ചുകൊണ്ട് അവൻ ആകാശത്തേക്ക് നോക്കി. അപ്പോഴാണ് ഡാനി അങ്ങോട്ട് വന്നത്. അളിയ, നിന്റെ ആ ബ്ലാക്ക് കളർ ഷർട്ട് നാളെ ഞാൻ ഇടുന്നേ. നീ നിൻ്റേതിട്ട് പോയാൽ മതി. നിന്റെ കല്യാണമൊന്നും അല്ലല്ലോ. കല്യാണത്തിനുള്ള വഴി തെളിയിക്കാനല്ലേ പോകുന്നത്. എന്തു വഴി? ഞാൻ അവിടെ പോകുന്നു. അവിചാരിതമായി അഞ്ജലിയെ കാണുന്നു. അഞ്ജലി എന്ന് കേട്ടതും ശിവ വേഗം അവനിൽ നിന്ന് മുഖം തിരിച്ചു. ഡാനി അത് ശ്രദ്ധിച്ചിരുന്നു. അവളോട് ചുമ്മാ സംസാരിക്കുന്നു, പോരുമ്പോൾ നമ്പർ വാങ്ങുന്നു. എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടാവാതിരിക്കില്ല. പിന്നെ നീ ചോദിച്ച ഉടനെ അവൾ നമ്പർ തരുമല്ലേ? തരും. കാരണം ഇവിടെ വെച്ച് അവൾക്ക് എന്നെ ഒരു നോട്ടം ഉണ്ടായിരുന്നു. അത് ശരിയാണെങ്കിൽ അവൾ ഉറപ്പായി നമ്പർ തരും. ശിവ സിഗരറ്റ് കുറ്റി നിലത്തേക്ക് ദേഷ്യത്തിൽ വലിച്ചെറിഞ്ഞുകൊണ്ട് അകത്ത് കയറിപ്പോയി. അവൻ ലൈറ്റ് അണച്ച് കിടന്നു. ഡാനിയും അവൻ്റെ അടുത്ത് വന്ന് കിടന്നു. ഒന്ന് വേഗം നാളെ ആവണേ. എൻ്റെ പ്രണയം നിന്നിലേക്ക് ഒഴുകി തുടങ്ങി അഞ്ജലി. അധികം വൈകാതെ അത് എന്നിലേക്കും തിരിച്ചെത്തും. ഡാനി ശിവയെ ഒളി കണ്ടിട്ട് പറഞ്ഞു. അത് കേൾക്കും തോറും ശിവയ്ക്ക് സ്വന്തം കൈവിടുന്നത് പോലെ തോന്നി. അവൻ കോപം സഹിക്കാൻ കഴിയാതെ വന്നതും എഴുന്നേറ്റിരുന്നു. അവനിൽ ദേഷ്യം നുരഞ്ഞു പൊന്തി. മിണ്ടാതിരിക്കട പൊട്ടി, ഇനി നിന്റെ വാ തുറന്ന ചവിട്ടിക്കൂട്ടി പുറത്തിടും ഞാൻ. അവൻ അലറിയതും ഡാനി പുതപ്പ് തലവഴിയിട്ട് വേഗം കിടന്നു. ശിവ കവിഴ്ന്ന് കിടന്നു. ഡാനി പറഞ്ഞ വാക്കുകളെല്ലാം മനസ്സിലിട്ട് കൂട്ടിയും കുറച്ചും കൊണ്ട് അങ്ങനെ കിടന്നു. ഇതുവരെ തോന്നാത്ത പലതും മനസ്സിൽ തോന്നി തുടങ്ങുന്ന ദേഷ്യത്തോടെ ശിവയറിഞ്ഞു. ഉറക്കം വിഴികളെ തലോടാതെ അവൻ അങ്ങനെ കിടന്നു. ബെഡിൽ വിരിച്ചിട്ട ശിവയുടെ ബനിയന്റെ മുകളിൽ കിടക്കുവാണ് അഞ്ജലി. അവൻ്റെ നെഞ്ചിലാണെന്ന് ഓർത്ത് കണ്ണടച്ച് ചുണ്ടിൽ ചിരിയോടെ അവൾ കിടന്നു. ഹൃദയം ശാന്തമാണ്. ആ സമയം അവൾ വരാനിരിക്കുന്ന വെല്ലുവിളികളെ മനഃപൂർവ്വം മറന്നു. പകരം അവൾക്ക് ഇഷ്ടമുള്ളത് മാത്രം ഓർത്തു. നാളെ വരുമോ? കാണാൻ ഒത്തിരി ആഗ്രഹം തോന്നുന്നുണ്ട്. കാരണം എനിക്ക് കാണണം എൻ്റെ റൗഡിയെ. അതിൽ പതിയെ ചുണ്ട് ചേർത്ത് അവൾ കിടന്നു. താൻ ആഗ്രഹിക്കുന്നത് മാത്രം സ്വപ്നം കാണണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. രാവിലെ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഡാനി പാട്ടുപാടിക്കൊണ്ട് തല ചെയ്യുമ്പോഴാണ് ശിവ ഉണർന്നത്. ശിവ എഴുന്നേറ്റിരുന്ന് കണ്ണു തിരുമ്പി മൂരി നിവർന്ന് ഡാനിയെ സൂക്ഷിച്ചു നോക്കി. നീ ഇങ്ങോട്ട് രാവിലെ തന്നെ? ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ അഞ്ജലിയെ കാണാൻ പോകുന്നുണ്ടെന്ന്. അവൻ ശോഭന സ്റ്റൈലിൽ പറഞ്ഞുകൊണ്ട് വീണ്ടും കണ്ണാടിയിൽ നോക്കി. ശിവ എഴുന്നേറ്റു നിന്നു.
നീ പോകണ്ട. അതെന്താ ഞാൻ പോയാല്? പറയുന്നത് കേട്ടാൽ മതി. നിനക്ക് വേറൊരു പണിയുണ്ട്. വിടമാട്ടെ, എന്നെ അഞ്ജലിയപ്പാക്ക് വിടമാട്ടെ. ഡാ മതിയാക്ക്, ഞാൻ പൊയ്ക്കോളാം ലക്ഷ്മി അമ്മയുടെ കൂടെ. ശിവ അവനെ നോക്കാതെ പറഞ്ഞതും ഡാനി അവനെ കനപ്പിച്ചൊന്ന് നോക്കി. ഇത് ഞാൻ പ്രതീക്ഷിച്ചു. അവസാനം ഇങ്ങനെ തന്നെ ആവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഡാനി ഷർട്ടിൻ്റെ ബട്ടൺ അഴിച്ചുകൊണ്ട് പറഞ്ഞ് കസാരയിലിരുന്നു. ശിവ സിഗരറ്റ് എടുത്ത് വലിച്ചുകൊണ്ട് അവനെ തന്നെ ചിമ്മാതെ നോക്കി. നിനക്ക് അവളെ കാണാൻ തോന്നുമെന്നും അവസാനം എന്നെ നീ ഒഴിവാക്കുമെന്നും എനിക്ക് അപ്പോഴേ തോന്നി. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ പോകുന്നത് ശാലിനിയെ കാണാനാ. അവിടെ ആരുണ്ടെങ്കിലും അതെന്നെ ബാധിക്കില്ല. എന്നാൽ പിന്നെ എന്ത് എന്നെ കൊണ്ട് പോയാൽ? അവർ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ലക്ഷ്മി അങ്ങോട്ട് വന്നത്. കൂടെ അമ്മവും ഉണ്ടായിരുന്നു. അവരെ കണ്ടതും ശിവ അവരോട് ചിരിച്ചു. മോനെ, ഞാൻ ഇന്നലെ വന്നിരുന്നു. ആ, ഇവൻ പറഞ്ഞു. അമ്മ റെഡിയായിക്കോ, നമുക്ക് പോകാം. ശരി മോനെ. ലക്ഷ്മി പോയതും അമ്മ ശിവയുടെ അടുത്തേക്ക് ഓടി വന്നു. അവരുടെ മനസ്സിൽ ഉത്തരം അറിയാത്ത ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം അഞ്ജലിയെക്കുറിച്ചായിരുന്നു. ശിവയ്ക്ക് അമ്മു എന്താണ് ചോദിക്കാൻ പോകുന്നതെന്ന് വ്യക്തമായി അറിയാവുന്നതാണ്. അമ്മൂസ് പോയി റെഡിയാവ്. അവൾക്ക് ചോദിക്കാൻ ഒരു അവസരം കൊടുക്കാതെ ശിവ അവളെ പറഞ്ഞു വിട്ടു. ഡാനി ശിവയെ ദേഷ്യത്തിൽ നോക്കിയിരിക്കുവാണ്. ശിവ കുളിയഴിഞ്ഞ് റെഡിയാവുമ്പോഴും എല്ലാം ഡാനി അതേ ഇരുപ്പ് തന്നെയായിരുന്നു. ബൈക്കിൻ്റെ ചാവി എടുത്ത് ഇറങ്ങാൻ നേരം ശിവ ഡാനിയെ തിരിഞ്ഞു നോക്കി. ഡാ പോര്. അത്രയും പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന ശിവയുടെ പുറകെ ഡാനിയും ഓടിപ്പോയി. ശിവ ബൈക്കിലായിരുന്നു. ഡാനി ജീപ്പിൽ ലക്ഷ്മിക്കും അമ്മുവിനും ഒപ്പമാണ്. വേറെ ആരും ഉണ്ടായിരുന്നില്ല.